മനുഷ്യപുത്രനും മലയാളിയും എന്ന പ്രത്യേകതയുള്ള ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ വീഡിയോയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനിത് നോട്ട്സ് തയ്യാറാക്കിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി. കാരണം ഇതിലെ ചിന്തകൾക്ക് ഞാൻ അത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതുകൊണ്ടും ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ചിന്തകൾ എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടത് എന്നതുകൊണ്ടുമാണ്. ഞാൻ ആമുഖത്തിന് സമയം കളയാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് ഈ ചിന്തകൾ. അതിനെപ്പറ്റി പല വീഡിയോകൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഈ വിഷയം ഉപേക്ഷിച്ചു കൂടരുതോ എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരോട് എനിക്ക് സവിനയം പറയാനുള്ളത്, ഞാൻ എൻ്റെ ഒരു വീഡിയോയിലും ആശയങ്ങൾ ആവർത്തിക്കാറില്ല. ഓരോ വീഡിയോകളിലും പുതിയ പുതിയ ചിന്തകൾ മാത്രമാണ്. മാത്രവുമല്ല, ഒരു വിഷയത്തെ ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ അവസ്ഥയോടും കാലഘട്ടത്തോടും ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടി എന്ന വിധത്തിലാണ്. An event mirrors the truth of our predicament and our times. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ വിശദാംശങ്ങളല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. അത് മാധ്യമ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട്, അതെൻ്റെ ജോലിയല്ല. എന്ത് സംഭവിച്ചാലും അതിൽ കൂടുതൽ ചിന്തയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ, നമ്മുടെ മനസ്സിൽ കൂടുതൽ വെളിച്ചം സ്വീകരിക്കാൻ ഇടയാകുമോ എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തുടർന്നും പുതിയ പുതിയ ചിന്തകൾ അവതരിപ്പിക്കാൻ ഞാൻ പ്രേരിതരായിത്തീരുന്നത് എന്ന് ഒരു വിശദീകരണം എന്ന വിധത്തിൽ ഒന്ന് കുറിച്ചു വെച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു സൂക്ഷ്മമായ ഒരു സാഹചര്യമുണ്ട്, ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ഉണ്ട്. അത് അവനോടൊപ്പം തന്നെ എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയോട് വളരെ അർത്ഥവത്തായി പ്രൊഫസർ സ്വപ്ന കോശി എന്ന സഹോദരി പ്രതികരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വപ്ന കോശിയും ഞാനും തമ്മിൽ വ്യക്തിപരമായ പരിചയമില്ല എങ്കിലും പ്രൊഫഷണലായിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഒരേ കുടുംബത്തിൻ്റെ അംഗങ്ങളാണ്. വി ആർ സിബ്ലിങ്സ് ഇൻ ദ സെയിം പ്രൊഫഷൻ. അതുകൊണ്ട് സ്വപ്നയുടെ ഈ പ്രതികരണത്തെ ഞാൻ വളരെ ബഹുമാന പുരസ്സരം സൂക്ഷ്മമായി വായിക്കുകയും പരിഗണിക്കുകയും അതിനെ ആസ്പദമാക്കി ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം രൂപം കൊണ്ടത് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഒന്ന് സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രൊഫസർ സ്വപ്ന കോശി ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിട്ട വാക്കുകൾ നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് നിങ്ങൾ പലരും ഇത് വായിച്ചു കാണുമെങ്കിലും അത് ഈ വീഡിയോയുടെ സാഹചര്യമാകയാൽ, പശ്ചാത്തലമാകയാൽ അത് നിങ്ങളുമായി പങ്കിടാതെ മുൻപോട്ട് പോകാൻ സാധ്യമല്ല എന്നതുകൊണ്ട് ഞാനത് വായിക്കാം. ഞാനത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുന്നില്ല, കാരണം സമയം ലാഭിക്കണമെന്നതുകൊണ്ട് മാത്രം. Dear Reverend, as a retired professor, I see immense intellectual prowess and unmatched audacity in the young leader Rahul. Both are qualities lacking in regular politicians. Thus, Rahul is a symbol of hope for a better Kerala. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ ചുവന്ന മഷിയിൽ ഒരു വാചകം എഴുതി വെച്ചു, അതെൻ്റേതാണ്. This is what we propose to examine in the present video. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഇതാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. നമുക്ക് സ്വപ്നയുടെ വാക്കുകൾ തുടരാം. ഓൾസോ he should be the last victim of sleaze stories. ഞാൻ അവിടെ ബ്രാക്കറ്റിൽ പച്ച നിറത്തിൽ ഒരു ചോദ്യം വെച്ചിട്ടുണ്ട്. Are they only stories? നമ്മൾ കേൾക്കുന്നത് വെറും കഥകൾ മാത്രമാണോ, അതിൽ വസ്തുതാപരമായ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് സ്വപ്നയുടെ വാക്കുകൾ തുടരാം. The final sleaze stories, she says, are the final weapon of communists. This incident also exposes the depravity in Congress, as tainted leaders are vying to tarnish
and backstab him, that is Rahul. It is obvious that all cases are of a personal nature, not affecting the common man. Yet the media is playing to the tune of the ruling party. Support for Rahul is for his personal merit and also a symbolic slap on the crooked politicians and lapdog media. അപ്പോൾ ഇതാണ് സ്വപ്നയുടെ പ്രതികരണം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് സ്വപ്ന കോശിയെ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് സസ്നേഹം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളേവരെയും ഈ ഒരു ചിന്തയുടെ വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചിന്ത ആരംഭിക്കുമ്പോൾ നമുക്ക് 2 വാക്കുകളെ പരിചയപ്പെടേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ ക്യാമറ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ നോട്ട്സ് കാണുവാനും വളരെ സ്പഷ്ടമായി ആശയങ്ങളെ പിന്തുടരുവാനും ഇത് സഹായിക്കുമെന്നത് കൊണ്ടാണ്. ഏതെങ്കിലും കാര്യം സ്പഷ്ടമല്ലെങ്കിൽ രണ്ടാമത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും കാര്യത്തിൽ കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ ഞാനതിന് ശ്രമിക്കുന്നതായിരിക്കും. ഈ 2 വാക്കുകൾ പരിചയപ്പെടണം. ഒന്ന് ആത്മനിഷ്ഠത, 2 വസ്തുനിഷ്ഠത. ഇംഗ്ലീഷിൽ സബ്ജക്റ്റിവിറ്റി എന്നും ഒബ്ജക്റ്റിവിറ്റി എന്നും പറയും. ഇത് മനസ്സിലാക്കാൻ വാക്കുകൾ ആദ്യമൊക്കെ പ്രയാസം തോന്നിയത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. ആത്മനിഷ്ഠത സബ്ജക്റ്റിവിറ്റി, വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി, ഈ 2 വാക്കുകൾ പരിചയപ്പെടണം. കാരണം ഇത് മുൻപോട്ട് ചിന്തിക്കാൻ ഈ വാക്കുകൾ വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിലുണ്ടായ ഒരു വിവാദമാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് ആതിഥ്യ മര്യാദ കേരളത്തിലെ മെത്രാന്മാർ സ്വീകരിച്ചത് തെറ്റാണോ ശരിയാണോ? അതിനെപ്പറ്റി 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ ആ അഭിപ്രായങ്ങൾ ഓരോന്നും പെറുക്കിയെടുത്ത് അതിനെ വിശ്ലേഷണം ചെയ്താൽ സമയം കൈവിട്ടു പോകും. അത് ചെയ്യേണ്ടതാണ് എങ്കിലും ഞാൻ ചെയ്യാതെ എന്നെ തന്നെ നിയന്ത്രിച്ച് സമയം ലാഭിക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് പോകുക. എന്തുകൊണ്ടാണ് ഒരു സാധാരണ സംഭവത്തെ പറ്റി തികച്ചും വ്യത്യസ്തമായ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് എന്നത് നാം നിശ്ചയമായും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാന പ്രമാണം നമുക്ക് പരിഗണിക്കാം. നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്, ലെറ്റ്സ് എക്സാമിൻ ദ ബേസിക് ഐഡിയ. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ഈ യൂട്യൂബ് സംഗമത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് താല്പര്യമുണ്ട് എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇക്കാര്യം ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. ആധുനിക യുഗത്തിൽ വസിക്കുന്ന നാം വസ്തുനിഷ്ഠമായ, അതായത് ഒബ്ജക്റ്റീവായ സത്യത്തെ, വസ്തുനിഷ്ഠമായ സത്യത്തിൻ്റെ സാധ്യത തികച്ചും നിരാകരിക്കുന്നു. The modern man rejects the possibility of objective truth. നാം ഓരോരുത്തരും, നാം വസിക്കുന്ന സമൂഹം, യുഗം വസ്തുനിഷ്ഠമായ, അതായത് ഒബ്ജക്റ്റീവായ സത്യത്തെ, ഒബ്ജക്റ്റീവായ സത്യം എന്ന് പറഞ്ഞാൽ അതിലെല്ലാവരും അത് അംഗീകരിക്കണം. അതിനാണ് നമ്മൾ ഒബ്ജക്റ്റീവ്, യൂണിവേഴ്സലി ട്രൂ, സർവലൗകികമായി അംഗീകാരമുള്ളതിനാണ് നാം വസ്തുനിഷ്ഠമായ സത്യമെന്ന് പറയുന്നത്. എല്ലാവർക്കും അംഗീകരിക്കാൻ യോഗ്യമായ, അംഗീകരിക്കാൻ എല്ലാവരും മനസ്സ് കാണിക്കുന്ന സത്യത്തിൻ്റെ സ്വരൂപം എന്താണ്? അങ്ങനെ ഒരു കാര്യമില്ല എന്ന് ആധുനിക യുഗം കട്ടായം പിടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ സമവായം, കൺസെൻസസ്, സമവായത്തിൻ്റെ ഇംഗ്ലീഷ് കൺസെൻസസിൻ്റെ മലയാളം സമവായം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളത്തിലുള്ള എൻ്റെ കഴിവുകൾ നിങ്ങൾ ദയവായി ശ്രമിക്കണം. ഞാൻ ഗൂഗിളിൻ്റെ ഒക്കെ സഹായത്തോടു കൂടെയാണ് ഈ വാക്കുകൾ കണ്ടുപിടിക്കുകയും ഇങ്ങനെ പ്രയോഗിക്കുകയും ചെയ്യുന്നത്. മലയാള ഭാഷാ പാണ്ഡിത്യമുള്ളവർ ഞാൻ തെറ്റ് ആണ് പറയുന്നതെങ്കിൽ ദയവായി അത് ചൂണ്ടിക്കാണിക്കുക, ഞാൻ തിരുത്തുന്നതായിരിക്കും. അപ്പോൾ സമവായം ഉണ്ടാകാനുള്ള സാഹചര്യമില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും സംഭവിക്കുന്നത് ആശയങ്ങളുടെ ഒരു യുദ്ധമായിരിക്കും. ഞാൻ അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്, എവറിതിങ് ജനറേറ്റ്സ് കോൺഫ്ലിക്റ്റ്. അത് നമ്മുടെ മാധ്യമ ചർച്ചകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. രാഹുലിൻ്റെ കാര്യമാണെങ്കിലും, നടിയെ ആക്രമിച്ച കാര്യത്തിലാണെങ്കിലും, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഏത് കാര്യത്തിലാണെങ്കിലും കുറഞ്ഞ പക്ഷം 2 തുലവും വ്യത്യസ്തമായ
പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ എപ്പോഴും തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കും, ഇൻ എ സ്റ്റേറ്റ് ഓഫ് മ്യൂച്വൽ കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് സത്യത്തെ അന്വേഷിക്കുന്നവർ, സത്യത്തോട് താല്പര്യമുള്ളവർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, നാം വസിക്കുന്നത് സത്യത്തിൻ്റെ ലോകത്തിലല്ല, വെറും അഭിപ്രായങ്ങളുടെ ലോകത്തിലാണ്. ഞാനവിടെ എഴുതിയിരിക്കുന്നത് സത്യം ധാരണകളുടെ അന്തരീക്ഷത്തിൽ, ഇൻ ആൻ എൻവയൺമെന്റ് ഓഫ് മിയർ ഒപ്പീനിയൻസ് എന്നെഴുതിയിട്ടുണ്ട്. ഇൻ ആൻ എൻവയൺമെന്റ് ഓഫ് മിയർ, നമുക്കിപ്പോൾ ഉള്ളത് സത്യമല്ല, നമുക്കുള്ളത് ഒപ്പീനിയൻസ് മാത്രമാണ്. നിങ്ങൾക്കൊരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായം കൂട്ടി വെച്ചാൽ സത്യം ആകണമെന്നില്ല. എന്നാൽ ഞാൻ പറയുന്നതാണ് സത്യമെന്ന് ഞാൻ കെട്ടായം പിടിക്കും, നിങ്ങൾ പറയുന്നതാണ് സത്യമെന്ന് നിങ്ങൾ കെട്ടായം പിടിക്കും. അങ്ങനെ രണ്ട് ചേരികളായി നിന്ന് നമ്മൾ യുദ്ധം ചെയ്യും. ആ യുദ്ധത്തിനിടയിൽ സത്യം എന്താണ് എന്നെല്ലാവരും മറന്നിരിക്കും. ഇതാണ് ആധുനിക മനുഷ്യൻ്റെ അവസ്ഥയെന്ന് ഞാനല്ല, ഇത് ചിന്തകർ പറയാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ 150 വർഷമെങ്കിലുമായി എന്ന് ഞാൻ ഹ്രസ്വമായി സൂചിപ്പിക്കാനുള്ള അവസരം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നാം ഏവരും ഈ കാലത്ത് പ്രത്യേകം ചോദിക്കേണ്ട 2 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ദയവായി നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുമെന്ന് ഞാൻ കരുതുകയും അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്താ ആദ്യത്തെ ചോദ്യം എന്താണ്? സത്യം എങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു? ഒരു കാര്യമുണ്ടായാലും ഒരു സംഭവം ഉണ്ടായാലും അതിൻ്റെ സത്യം എന്താണെന്ന് എങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്? 2, ധാർമ്മിക മാനദണ്ഡങ്ങൾ എങ്ങനെ പ്രയോഗിക്കപ്പെടും? ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഏത് സമൂഹത്തിലാണോ സത്യത്തെ പറ്റിയുള്ള ബഹുമാനവും താല്പര്യവും പ്രതിഷ്ഠയും ഇല്ലാതാകുന്നത്, ആ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ മുഴുവനും ഇടിഞ്ഞു പോകും. ധാർമ്മികമായ നിലവാരമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആർക്കും തോന്നുകയില്ല. മറ്റുള്ളവർ ധാർമ്മികമായ മൂല്യങ്ങൾ പാലിക്കണമെന്ന് താല്പര്യപ്പെടുമ്പോഴും അതെനിക്ക് ബാധകമല്ല എന്ന വിധത്തിൽ മാത്രമേ ആളുകൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും ധാർമ്മികമായ പ്രശ്നമാണല്ലോ. അത് ചില ആളുകൾ അതുപോലെ ആയുധവൽക്കരിക്കുമ്പോൾ ചിലർ അതിനെ നിസ്സാരവൽക്കരിക്കുന്നു. ഇതിൽ സത്യം എവിടെയാണ്? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, മൊറാലിറ്റി ഈസ് റീസൺ ഇൻ ആക്ഷൻ. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ യുക്തി മാത്രമല്ല, അത് മലയാളത്തിൽ യുക്തി എന്ന് പറയുമെങ്കിലും അതിനേക്കാൾ വലിയൊരു കോൺസെപ്റ്റാണ്. യുക്തി ഇല്ലാത്തിടത്ത് മനുഷ്യൻ യുക്തിരഹിതമായി പ്രവർത്തിക്കുന്നത് അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ധാർമ്മികമായ മൂല്യങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും പ്രസക്തി ഉണ്ടാകുകയില്ല. മാത്രവുമല്ല, സത്യത്തിൽ നിന്ന് യുക്തി തിരോധാനം ചെയ്താൽ പിന്നെ അവശേഷിക്കുന്നത് അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും. അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രൂത്ത് മൈനസ് റീസൺ. സത്യത്തിൽ നിന്ന് യുക്തിയെ അല്ലെങ്കിൽ റീസണെ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ അവശേഷിക്കുന്നത് അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് മാത്രമായിരിക്കും. ട്രൂത്ത് മൈനസ് റീസൺ ജനറേറ്റ്സ് ഓൺലി ഒപ്പീനിയൻസ്. പിന്നെ അവിടെ സത്യമല്ല, സത്യത്തിൻ്റെ സ്ഥാനം പിന്നെ പിടിക്കുന്നത്, ഓക്യുപ്പൈ ചെയ്യുന്നത് അഭിപ്രായങ്ങൾ മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ അഭിപ്രായം, 1000 താക്കത്തുള്ളായിരം അഭിപ്രായം. പക്ഷേ ഇതിൻ്റെ സത്യം, ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ സത്യം എന്താണെന്ന് അറിയാൻ താല്പര്യമില്ല. നമ്മുടെ ഇടയിൽ എത്രയോ വിവാദങ്ങളുണ്ടായി. അതിൻ്റെ എന്തിൻ്റെയെങ്കിലും സത്യം വെളിയിൽ വന്നതായി നമുക്കറിയാം. അത് സത്യം വരണമെന്ന് ആരെങ്കിലും അതിൻ്റെ പുറകെ നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് ഉണ്ടാകുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചരിത്ര ദർശനത്തിൽ കൂടെ ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടയിൽ എന്ത് സംഭവിച്ചാലും, ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, എവറിത്തിങ് ബിക്കംസ് എ തിയേറ്റർ ഓഫ് കോൺട്രവേഴ്സി. എല്ലാം അഭിപ്രായങ്ങളുടെ യുദ്ധം നടക്കുന്ന, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു യുദ്ധഭൂമിയായിട്ട് നമ്മുടെ സമൂഹം ഇപ്പോൾ ആയിത്തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഥ പറഞ്ഞാൽ, ഇത് പണ്ടത്തെ കഥയാണ്, അത്ര പരിഷ്കാരമുള്ള കഥയല്ല. ഒരു ഭാര്യയും ഭർത്താവ് ഒരു വീട്ടിൽ കോഴിമുട്ട വിരിയാൻ അട വെച്ചു.
10-12 മുട്ട വെച്ചെങ്കിൽ ഒരു മുട്ട മാത്രമേ വിരിഞ്ഞു. അപ്പം അതിനകത്തൊരു കോഴിക്കുഞ്ഞ്. അപ്പം കോഴിക്കുഞ്ഞ് ജനിച്ച ശേഷം ഭാര്യയും ഭർത്താവിനെ നോക്കി. ഭർത്താവ് പറഞ്ഞു ഇത് പൂവനാണെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു അല്ല അത് പെടയാണെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു അല്ലല്ല ഇത് പൂവൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു അല്ലല്ല അതെനിക്കൊന്നും ഒരു വിവരമില്ല, കോഴി എനിക്കല്ലോ അറിയാവുന്ന, ഇത് പെട തന്നെയാണ്. ഭർത്താവ് പറഞ്ഞു കോഴി ഇത് പൂവനാ, അതിൻ്റെ നോട്ടം അതിൻ്റെ നടപ്പ് കണ്ടാൽ എനിക്കറിയാം. ഭാര്യ പറഞ്ഞ അയ്യേ ചെയ്യൊക്കെ ഒരു വിവരമില്ല, ഇത് പെടയാണ്. അങ്ങനെ പരസ്പരം വലിയ ഒപ്പുക്കാറായി വഴക്കായി. അപ്പം ഈ വഴക്ക് തീർക്കാനായിട്ട് വേലക്കാരനെ വിളിച്ചു. എടാ കുട്ടപ്പ നീങ്ങി വന്നേ, ഈ കോഴി പൂവനാണോ പെടയാണോ? അപ്പം അവൻ നോക്കിയിട്ട് അവൻ്റെ സാമാന്യ ബുദ്ധിയിൽ തോന്നിയത് പൂവനാണെന്ന് പറഞ്ഞു. അപ്പോൾ പൂവനാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ യജമാനത്തി, അതായത് ഭാര്യ, യജമാനൻ്റെ ഭാര്യ അവൻ്റെ കാതെ പിടിച്ചു കിഴുക്കാൻ തുടങ്ങി. അപ്പോൾ അവൻ നൊന്തപ്പോൾ പറഞ്ഞു അയ്യോ അല്ല അത് പൂവനല്ല പെടയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പെടയാണെന്ന് പറഞ്ഞപ്പോൾ യജമാനൻ അവൻ്റെ മറ്റേ കാതെ പിടിച്ച് കിഴുക്കി. അപ്പം നൊന്തപ്പം പറഞ്ഞു അല്ല പെടയല്ലേ പൂവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടപ്പൻ്റെ 2 ചെവിയും ഈ ഭാര്യയുടെ ഭർത്താവിൻ്റെയും കയ്യിലാണ്. രണ്ടുപേരും കിഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. വേദന മൂർച്ഛിച്ചപ്പോൾ കുട്ടപ്പൻ പറഞ്ഞു ഇത് പൂവനുമല്ല പെടയുമല്ല പൂടയാണ് എന്ന് പറഞ്ഞു എന്നൊരു കഥ പണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആകെപ്പാടെ പൂവനുമില്ല പെടയുമില്ല, വെറും പൂടയാണ്. ഫ്രാങ്കോ മുളയ്ക്കലും പൂടയാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും പൂടയാണ്, എന്തു വന്നാലും ഇവിടെ പൂടയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ആയിത്തീർന്നതിൻ്റെ യുക്തി എന്താണ്, എൻ്റെ സാഹചര്യം എന്താണ്, ആശയപരമായ ഇടർച്ച എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. എന്ത് സംഭവിച്ചാലും അത് പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളുടെ, വാക്കുകൾ വളരെ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങളുടെ യുദ്ധഭൂമിയായി തീരും, കളരിയായി, യുദ്ധക്കളരിയായി മാറും. അത് നമുക്കിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ വളരെ 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 കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവൻ്റെ അവസ്ഥയെപ്പറ്റി 2 വ്യത്യസ്തമായ കാഴ്ചപ്പാട്. പിണറായി വിജയനോട് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതത്തിൻ്റെ ആൾരൂപമാണ് എന്ന് പറയും. മാങ്കൂട്ടം ആരാണ്? പിണറായി വിജയനോട് ചോദിച്ചാൽ പറയും അവൻ ലൈംഗിക വൈകൃതത്തിൻ്റെ ആൾരൂപമാണ് എന്ന് പറയും. അതേസമയം രാഹുലിനോട് സ്നേഹമുള്ളവർ, രാഹുൽ അനുഭാവികൾ പറയും അവനൊരു ഇരയാണ് എന്ന് പറയും. അപ്പോൾ അഭിപ്രായങ്ങൾ കൂടി വ്യത്യാസം മനസ്സിലായല്ലോ. അഭിപ്രായങ്ങൾ എത്രമാത്രം വ്യത്യസ്തമാകാം, ഒരേ സംഭവമാണ്, അത്ര വലിയ കൊറസ്റ്റ് പിടിച്ച സംഭവമല്ല. അതിനെപ്പറ്റി ഉണ്ടാകുന്ന നമ്മുടെ മധ്യത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ എത്ര വ്യത്യസ്തമാണ്, വൈരുദ്ധ്യമാണ്. പിന്നെ നമ്മുടെ ഗോവിന്ദ മാഷ ചോദിച്ചാൽ പറയും ഇത് വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണെന്നൊക്കെ പറഞ്ഞു കളയും. അദ്ദേഹം പറയുന്ന കാര്യത്തിൻ്റെ എത്രമാത്രം ബോധമുണ്ടെന്ന് അറിയില്ല. എൻ്റെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിടുകയാണ് പോട്ടെ. അപ്പോൾ ഇതിൽ എൻ്റെ നിലപാട് എന്താണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ പോവുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ, അതോ അഭിപ്രായമാണേ, സത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും ഈ യുഗത്തിലും ഈ സമൂഹത്തിലും വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും ആത്മനിഷ്ഠവും ഭൗതികവുമാണ്. ഇത് രണ്ടും സബ്ജക്റ്റീവ് ആൻഡ് പാർഷ്യൽ. ആത്മനിഷ്ഠം, അതുകൊണ്ടാണ് ഈ 2 വാക്കുകൾ പരിചയപ്പെടണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ 2 അഭിപ്രായങ്ങളും സബ്ജക്റ്റീവാണ്, ആത്മനിഷ്ഠമാണ്, ഭാഗികമാണ്, പാർഷ്യലാണ്. ആ സംഭവത്തിൻ്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമല്ല ഈ 2 അഭിപ്രായങ്ങളും. അവ പൂർണ്ണ സത്യത്തിൽ നിന്ന് അകലെയാണ്. ഈ 2 അഭിപ്രായങ്ങളും പൂർണ്ണ സത്യത്തിൽ നിന്ന്, പൂർണ്ണ സത്യം എന്ന് പറയേണ്ട, സത്യത്തിൽ നിന്ന് അകലെയാണ്. ഇതാണ് എൻ്റെ നിലപാട്. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യം ഞാൻ സ്വപ്നയോടും കൂടെ ചോദിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. കേരള സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നാം ചിന്തിക്കുമ്പോൾ കേരളീയരായ നാം, മലയാളികളായ നാം സത്യത്തെ ഭയക്കുകയാണോ? മലയാളി സത്യത്തെ ഭയക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, മലയാളി സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ? ഇത് നാം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് നാം സത്യത്തെ ഭയക്കുകയും സത്യത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, അത് നമ്മുടെ സ്വഭാവമാണെങ്കിൽ, പിന്നെ നമുക്കിടയിൽ ഒരു സമവായം ഉണ്ടാകുമോ? നമ്മുടെ ഇടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാകുമോ?
അങ്ങനെ കൺസെൻസസ് അല്ലെങ്കിൽ ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യത ജനിപ്പിക്കാൻ എങ്ങനെ അതിനുവേണ്ടി നമുക്ക് കളമൊരുക്കാൻ സാധിക്കും? ഹൗ ക്യാൻ ബി പ്രിപ്പയർ ദ വേ ഫോർ എ കോൺസെൻസസ് ടു ഡെവലപ്പ്? സത്യമുള്ളവർക്ക് അതിൽ താല്പര്യം, സത്യം അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൽ താല്പര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്, സങ്കല്പിക്കുന്നത്. ഇനിയും നാം മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സത്യത്തോട് പ്രതിപത്തിയില്ല. നമ്മുടേതായ ഭാഗികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ നാം രൂപീകരിച്ച് മള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഭാഗികമായ അഭിപ്രായങ്ങളിൽ മാത്രമേ നമുക്ക് താല്പര്യമുള്ളൂ എങ്കിൽ എന്ത് സംഭവിക്കും? ഉദാഹരണമായിട്ട് നമുക്കറിയാം, സിനിമാ നടി കൊട്ടേഷൻ ബലാത്സംഗ കേസിന്റെ വിചാരണ. അതിൽ നീതി പൂർണ്ണമായി നടന്നു എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു, അദ്ദേഹത്തെ പോലുള്ള അനേകർ പറയുന്നു. അതേസമയം ഇരയ്ക്ക് നീതി കിട്ടിയില്ല, ഞങ്ങൾ ഇരയുടെ കൂടെയാണ് എന്ന് പറയുന്നവർ അതിനേക്കാൾ കൂടുതലാണ്. ഇത് നമ്മുടെ ഒരു അവസ്ഥയാണ്. ഏത് കാര്യമെടുത്താലും ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് നീതി നടപ്പാക്കുന്നതിൽ നമ്മുടെ കോടതികൾ പരാജയപ്പെടുന്നുവോ? അങ്ങനെ പരാജയപ്പെടുന്നുവെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ പരാജയപ്പെടുന്നുണ്ട്, അതിന് കാരണമുണ്ട്. കാരണം മറ്റൊന്നുമില്ല, കാരണം നമ്മളേവരുമാണ്, നമ്മുടെ സമൂഹമാണ്, ആധുനിക യുഗത്തിൻ്റെ ആത്മാവാണ്. കാരണം സത്യം ഇല്ല എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിവിധമായ സങ്കല്പങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും യുദ്ധക്കളമാണ് എന്ന ആശയത്തെ നാം അംഗീകരിച്ചു കഴിഞ്ഞാൽ, വസ്തുനിഷ്ഠമായ സത്യമില്ല എന്ന് നാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീതി നടപ്പാകത്തില്ല. കാരണം ഒരു നീതി അല്ലെങ്കിൽ നീതിന്യായ കോടതി, അതിലിരിക്കുന്ന ജഡ്ജി, ന്യായാധിപൻ കേസ് വിചാരണ ചെയ്യുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ വസ്തുനിഷ്ഠമായ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു കേസ് വിചാരണ ചെയ്യപ്പെടുമ്പോൾ, when a case is being tried, the only preoccupation of the judge is to discover the full truth of the episode. കാരണം എന്താണ്? അതിനനുസരിച്ച് മാത്രമേ നീതി നടപ്പാക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് സത്യവും നീതിയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ സത്യത്തിന് വില കൊടുക്കുന്നില്ല എങ്കിൽ അവിടെ ന്യായമായും നിർബന്ധമായും ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിധത്തിൽ നീതി നടപ്പാക്കപ്പെടുകയില്ല. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. ആയതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം ഇത് വളരെ വളരെ കൃത്യമായി ചിന്തിക്കുവാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. നിങ്ങളിതിൽ സഹകരിക്കുന്നതിൽ സന്തോഷിക്കുന്നു, എൻ്റെ രേഖപ്പെടുന്നു. അതുകൊണ്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൻ്റെ രോഗാതുര അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അവർ സൊസൈറ്റി ഈസ് സിക്ക്. കേരള സൊസൈറ്റി ഈസ് സിക്ക്. കേരള സമൂഹം രോഗബാധിതമാണ്. ആ രോഗം ധാർമ്മികവും ബൗദ്ധികവും ഫിലോസോഫിക്കലുമായിട്ടുള്ള രോഗത്തെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഒന്ന് അവസാനമായി കേന്ദ്രീകരിച്ചാൽ, നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തെ രണ്ട് വിധത്തിൽ പരിഗണിക്കാൻ സാധിക്കും. ഞാൻ അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. 2 considerations. രാഹുൽ 2 considerations. ഒന്ന്, ഷോർട്ട് ടേം. എങ്ങനെയെങ്കിലും രാഹുലിനെ ഈ പ്രതിസന്ധിയിൽ നമുക്ക് തൽക്കാലം സംരക്ഷിക്കാം. രാഹുലിനോട് സ്നേഹമുള്ളവർ, രാഹുലിനോട് ആർദ്രത തോന്നുന്നവർ, പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മ പെങ്ങന്മാർ, നല്ലവർ മാത്രമല്ല ബഹുഭൂരിപക്ഷം ആളുകളും രാഹുലിനോട് അനുകമ്പയും അടുപ്പവും സ്നേഹവും താല്പര്യമുള്ളവരാണ്. ഇതെന്തുകൊണ്ടോ പിണറായി വിജയന് മനസ്സിലാകുന്നില്ല, അത്ഭുതം തന്നെ. അവരുടെ ആകെപ്പാടുകൾ കരുതൽ ഈ ഒരു കീറാമുട്ടിയിൽ നിന്ന് രാഹുലിനെ എങ്ങനെയെങ്കിലും, ഈ അപകടത്തിൽ നിന്ന് അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം എന്നത് മാത്രമാണ് അവരുടെ കരുതൽ, അവരുടെ ലക്ഷ്യം. എന്നാൽ ലോങ് ടേം പെർസ്പെക്റ്റീവ്, ദീർഘവീക്ഷണത്തോടുകൂടെ നാം, താൽക്കാലികമല്ല ദീർഘവീക്ഷണത്തോടുകൂടെ നാം രാഹുലിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇതാവശ്യമാണ് എന്നത് തോന്നാൻ എല്ലാ സാധ്യതയുണ്ട് എങ്കിലും ദീർഘവീക്ഷണത്തിൽ ഈ ഒരു പരിഗണന, ഈ ഒരു ലക്ഷ്യം അപര്യാപ്തമാണ്.
ആ ഒരു ദർശനത്തിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കും? ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ടു ഫുൾഫിൽ ഹിസ് പേഴ്സണൽ ഡെസ്റ്റിനി ഫോർ ദ സേക്ക് ഓഫ് കേരള. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം സംരക്ഷിക്കപ്പെട്ടാൽ അവൻ നടന്ന വഴി ധാർമ്മികമായ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്ന അടിസ്ഥാന പ്രമാണം, അടിസ്ഥാന സത്യം തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് അത് ഉപേക്ഷിച്ച് ധാർമ്മികമായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ദൃഢനിശ്ചയം എടുത്ത് അതിൽ കൂടെ അവൻ്റെ വ്യക്തിത്വം വിശുദ്ധീകരിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്നതിൽ കൂടെ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ വലിയ വലിയ സാധ്യതകൾ, സ്വപ്ന പറയുന്നത് വളരെ 100% ശരിയാണ്, വളരെയധികം സാധ്യതകളുള്ള ഒരു വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ്. അത് നശിച്ചു പോകരുത്. ഞാൻ 100% അതിനെ സ്വീകരിക്കുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത് ഞാൻ നെഞ്ചിലേറ്റുന്നു, യാതൊരു സംശയമില്ല. അതേസമയം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വലിയ വലിയ സാധ്യതകൾ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ വഴിയെ സഞ്ചരിച്ചാൽ സാധ്യമല്ല. ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴി അവന് യോഗ്യമല്ല എന്നും അത് അധാർമികമാണെന്നും അത് അധപ്പതനത്തിൻ്റെയും അപകടത്തിൻ്റെയും വ്യക്തിത്വ മരണത്തിൻ്റെയും വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ് അടിസ്ഥാനപരമായ ഒരു സ്വയം തിരുത്തലിൽ കൂടെ പുതിയൊരു വ്യക്തിത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് രാഹുൽ മാങ്കൂട്ടം പ്രവേശിച്ചാൽ മാത്രമേ അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ വലിയ സാധ്യതകളെ യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കാൻ, സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. He will be able to fulfill his great personal destiny only if he recognizes that the path he has traveled so far is immoral, unethical, and it is completely destructive of his possibilities. ഇവിടെയാണ്, that is where I stand. അതുകൊണ്ട് നാം ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ മനുഷ്യപുത്രനും മലയാളിയും എന്ന ശീർഷകം ഞാൻ പറഞ്ഞല്ലോ. യേശു പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വാതന്ത്ര്യം എന്ന ആശയം കൊണ്ട് യേശു ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത, അതിൻ്റെ പരിപൂർണ മാഹാത്മ്യത്വത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്. ആ അവസ്ഥയിൽ ചെന്ന് എത്തണമെങ്കിൽ സത്യത്തിൻ്റെ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴി. എന്താണ് ഞാൻ തന്നെ വഴി? ഞാൻ സത്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വഴി. സത്യത്തിൻ്റെ വഴിയല്ല, മറ്റൊരു വഴിയില്ലെന്നാണ് യേശു പറഞ്ഞത്. അത് ക്രിസ്ത്യാനികൾ എടുത്തിട്ട് അലക്കി വിരൂപമാക്കി തികച്ചും അർത്ഥശൂന്യമാക്കി. അത് എൻ്റെ ഒരു ഹൃദയവേദനയാണ്. അത് ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ ഒരു പ്രതികരണം നൽകിയ സ്വപ്ന, എൻ്റെ സഹോദരിയായ സ്വപ്നയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്രകാരമുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ രൂപം കൊള്ളുവാൻ സഹായിച്ചത് താങ്കളുടെ വളരെ ചിന്തോദ്ദീപകമായ പ്രതികരണമാണ്. താങ്കൾ എഴുതുന്ന വിധത്തിൽ കൂടെ, ഫ്രം യുവർ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഐ നോ യു ഹാവ് എ ഹൈലി എഡ്യൂക്കേറ്റഡ് മൈൻഡ്. ഞാനതിനെ ബഹുമാനിക്കുന്നു. A.N. വൈറ്റ്ഹെഡ്, ഓൾഫ്രഡ് നോർത്ത് വൈറ്റ്ഹെഡ് എന്ന് പറഞ്ഞൊരു ബ്രിട്ടീഷ് ഫിലോസഫർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ നല്ല ഒരു പുസ്തകമാണ് ദി എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന പുസ്തകം. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. He says, a sense of style is the ultimate reward of an educated mind എന്ന് പറയും. അത് ആ വാചകം ഞാൻ സ്വപ്നയുടെ ഈ പ്രതികരണം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്ന് മുട്ടി എന്നതുകൊണ്ട് ഞാൻ ഇപ്പോഴൊന്ന് ഓർത്ത് അതൊന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ദയവായി ആദ്യം മുതൽ അവസാനം വരെ കാണുകയും വേണ്ടി വന്നാൽ 1 or 2 തവണ കാണുകയും ഇതിലെ ആശയങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്ത് ഇതിനോട് പ്രതികരിക്കാൻ, അർത്ഥവത്തായി പ്രതികരിക്കാൻ, ചിന്തോദ്ദീപകമായി പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാകും എന്ന വലിയ വലിയ പ്രതീക്ഷയിൽ ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വന്ദനം.